സിമ്പിൾ ഡിപ്പി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു മുട്ട മസാല ഉണ്ടാക്കാം. അതിന് എന്താണ് വേണ്ടത് എന്ന് നോക്കാം. 4 സവോള വൃത്തിയാക്കി വെച്ചത്, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ് നിങ്ങളുടെ ആവശ്യത്തിന് എടുക്കാവുന്നതാണ്. 2 ടീസ്പൂൺ ഓയിൽ നിങ്ങൾക്ക് എന്ത് ഓയിൽ വേണമെങ്കിലും എടുക്കാം. ഈ സവോളയൊന്ന് മുറിച്ചെടുക്കാം. സവോള നീളത്തിലാണ് മുറിച്ചെടുക്കേണ്ടത്. ഈ മസാല വ്രതമെടുത്ത സമയത്ത് ഞങ്ങൾ ഉണ്ടാക്കുമ്പോൾ മുട്ട ചേർക്കാതെയാണ് ഉണ്ടാക്കാറ്. ആ സവോളയ്ക്കും ഒരു നല്ല സ്വാദാണ്. സവോള മുറിക്കാൻ സമയമില്ലെങ്കിൽ നിങ്ങൾക്ക് തലേന്ന് മുറിച്ച് ഫ്രിഡ്ജിൽ വെച്ചാൽ മതിയാകും. ഇത് ഉണ്ടാക്കിയാൽ ബ്രെഡിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാനും പറ്റും. ഉണ്ടാക്കുവാനും വളരെ എളുപ്പമാണ്. ആർക്കും ഉണ്ടാക്കാൻ പറ്റും. സവാള മുറിച്ചത് കൈകൊണ്ട് ഒന്നിങ്ങനെ ഇളക്കിയെടുക്കാം. എളുപ്പത്തിൽ നമുക്ക് മുട്ട പുഴുങ്ങിയെടുക്കാം. അതിന് 1/4 ഗ്ലാസ് വെള്ളം കുക്കറിൽ ഒഴിക്കുക. അതിലേക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ള മുട്ടയും വെച്ച് 2 ആവി വരുന്നത് വരെ വേവിക്കുക. 2 ആവി വന്നു കഴിഞ്ഞാൽ സ്റ്റൗ ഓഫ് ചെയ്യുക. കുക്കർ ഒന്ന് തണുത്ത ശേഷം മുട്ട എടുത്തു നോക്കാം. കുക്കർ നല്ലതുപോലെ തണുത്താൽ മുട്ട നല്ലതുപോലെ ആയിട്ടുണ്ടാവും. ഇത് മുട്ട പുഴുങ്ങിയെടുക്കാൻ എളുപ്പമുള്ള ഒരു മാർഗമാണ്. സാധാരണ കുറേ വെള്ളം വെച്ചാണ് എല്ലാവരും മുട്ട പുഴുങ്ങിയെടുക്കാറ്. ഒന്ന് ഇങ്ങനെ പുഴുങ്ങി നോക്കൂ. പാൻ ചൂടാകുമ്പോൾ പാനിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ ചൂടാകുമ്പോൾ അതിലേക്ക് സവോള ഇട്ട് കൊടുക്കാം. സവോള മുറിച്ചതിട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. ഉപ്പിട്ട് കൊടുക്കാം. സവോള ശരീരത്തിന് വളരെയധികം നല്ലതാണ്. ഇത് ഉണ്ടാക്കാൻ ഒരു പണിയുമില്ലാത്ത റെസിപ്പിയാണ്. ഇനി ഇതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ വഴറ്റിയെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ
1 ടീസ്പൂൺ കൂടി ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിന് വളരെ കുറച്ച് സാധനങ്ങൾ മാത്രമേ വേണ്ടൂ. സ്വാദിൻ്റെ കാര്യത്തിൽ ഒട്ടും പിന്നിലല്ല. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതും നല്ല സ്വാദുള്ളതുമായ ഒരു റെസിപ്പിയാണ്. എൻ്റെ കുട്ടികൾക്ക് ഇത് വളരെയധികം ഇഷ്ടമാണ്. അധികം ഓയിൽ ഒഴിക്കാതെ ഉണ്ടാക്കിയാൽ ശരീരത്തിന് വളരെയധികം നല്ലതാണ്. ഇനി മുട്ട പുഴുങ്ങി തോട് പൊളിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മുട്ട പുഴുങ്ങിയെടുത്തതായതുകൊണ്ട് വെറുതെ ഒന്ന് ഇളക്കിയാൽ മതി. ഇനി ഒന്ന് മൂടി വയ്ക്കാം. വെള്ളം ഒഴിക്കാതെ ഉണ്ടാക്കുന്നത് കൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ച് ഉണ്ടാക്കണം. ഈ സവാള എത്രമാത്രം വഴറ്റുന്നുവോ അതിനനുസരിച്ച് സ്വാദ് കൂടി വരും. ഒന്ന് നിങ്ങളും ഉണ്ടാക്കി നോക്കൂ. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇടുന്ന പുതിയ വീഡിയോകൾ കാണാൻ ബെൽ ഐക്കൺ അമർത്തുക. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക.